research and so welcome back to my channel Netmasters. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ടൈപ്സ് ഓഫ് റിസർച്ച് നമ്മൾ പഠിച്ചു. ഏതൊക്കെ ടൈപ്സ് ഓഫ് റിസർച്ച് ഉണ്ടെന്ന് നമ്മൾ നോക്കി. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എടുക്കാൻ പോകുന്നത് സ്റ്റെപ്സ് ഓഫ് റിസർച്ച് ആണ്. ആക്ച്വലി ദാറ്റ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. സ്റ്റെപ്സ് ഓഫ് റിസർച്ച് എപ്പോഴും നെറ്റ് എക്സാമിന് ചോദിക്കുന്നതാണ്. സോ നമുക്കത് നോക്കി നോക്കാം. സോ റിസർച്ചൊക്കെ എന്താണെന്നുള്ള മീനിങ്ങും നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇനി ആ ഒരു റിസർച്ച് നമ്മൾ ചെയ്യുമ്പോൾ എന്തൊക്കെ സ്റ്റെപ്പാണ് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, സോ ദ ഫസ്റ്റ് വൺ, ഫോർമുലേഷൻ ഓഫ് എ റിസർച്ച് പ്രോബ്ലം. ഇപ്പോൾ നമ്മളിവിടെ റിസർച്ച് നമ്മളൊരു കാര്യം റിസർച്ച് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ഒരു കാര്യം റിസർച്ച് ചെയ്യാൻ പോകണമെങ്കിൽ ഫസ്റ്റ് വി നീഡ് എ റിസർച്ച് പ്രോബ്ലം. നമുക്ക് എന്ത് വേണം? ഒരു റിസർച്ച് ക്വസ്റ്റ്യൻ വേണം, അല്ലെങ്കിൽ ഒരു റിസർച്ച് പ്രോബ്ലം നമുക്ക് വേണം. ഒരു പ്രോബ്ലം ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? റിസർച്ച് നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു റിസർച്ച് നമുക്ക് തുടങ്ങണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു റിസർച്ച് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു റിസർച്ച് പ്രോബ്ലം വേണം. ഇല്ലാതെ പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുക? ഇല്ല. സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് റിസർച്ചിൽ വരുന്ന ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് formulation of a research problem. So this is the first step in research. First we have to formulate a question or a problem. Okay, first stage clear ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സ്റ്റേജ്, റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഡിഗ്രിയിൽ പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ PG പഠിക്കുമ്പോഴൊക്കെ നമുക്ക് പ്രൊജക്റ്റിൽ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്നുള്ള ഒരു പാർട്ട് വരുന്നുണ്ട്. ഇതിലും അതുപോലെ തന്നെയാണ്. നമ്മളപ്പോൾ അതിൽ എന്താണ് ഇൻക്ലൂഡ് ആവുന്നത്? നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നത്, അതായത് ഈ റിസർച്ചിൽ വരുന്ന സെക്കൻഡ് സ്റ്റെപ്പാണ് എന്താ? റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. അതായത് ഇപ്പം നമ്മുടെ കയ്യിലൊരു ടോപ്പിക് ഉണ്ട്. ആ റിസർച്ച് ക്വസ്റ്റ്യൻ നമ്മൾ ഫോർമുലേറ്റ് ചെയ്തു. ആ ടോപ്പിക്കിന് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മളിവിടെ റിസർച്ച് ഉണ്ടാക്കുകയാണ് ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട്. അപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ സെയിം ടോപ്പിക്കിൽ കുറേ പേര് മുന്നേ പ്രീവിയസ് സ്റ്റഡീസ് നടത്തിയിട്ടുണ്ടാവും. പ്രീവിയസ് റിസർച്ച് ഈ സെയിം ടോപ്പിക്കിൽ തന്നെ പ്രീവിയസ് റിസർച്ച് പല റിസർച്ചേഴ്സും ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ പ്രൊജക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ റിസർച്ച് സക്സസ് ആവണമെങ്കിൽ നമുക്ക് അവരുടെ പ്രീവിയസ് റിസർച്ചും കൂടി നമുക്ക് എന്ത് ചെയ്യണം? നമ്മളൊന്ന് എടുത്ത് നോക്കണം. അല്ലെങ്കിൽ അതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ റെഫർ ചെയ്യണം. അതൊക്കെ നമ്മൾ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ നമ്മൾ ഏതൊക്കെ ആൾക്കാരുടെ എടുത്തു? റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിൽ വരുന്നതാണ് ഏതൊക്കെ നമ്മുടെ സെയിം ടോപ്പിക്കുമായിട്ട് ഏതൊക്കെ പ്രീവിയസ് സ്റ്റഡീസ് എന്നുള്ള നമ്മൾ ഏതൊക്കെ റെഫർ ചെയ്തിട്ടുണ്ട് അത് നമ്മൾ റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിൽ കൊടുക്കണം. In this step, we have to add all the literature review in which the researcher attempts to find out as much as possible about his or her topic of study. അപ്പോൾ അതാണ് ഏതൊക്കെ റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിൽ വരുന്നത്, ആരുടെയൊക്കെ പ്രീവിയസ് സ്റ്റഡീസ് നമ്മൾ റെഫർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന തേർഡ് സ്റ്റേജ് ആണ് ഡെവലപ്മെൻറ്റ് ഓഫ് ഹൈപ്പോത്തസിസ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഡെവലപ്മെൻറ്റ് ഓഫ് വർക്കിംഗ് ഹൈപ്പോത്തസിസ് എന്ന് പറയാം. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഹൈപ്പോത്തസിസ് നമ്മൾ ഫസ്റ്റ് സെറ്റ് ചെയ്യണം. അതായത് ഈ തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ടെൻറ്റേറ്റീവ് അസംഷൻ മെയ്ഡ് ഇൻ ഓർഡർ ടു ഡ്രോ ഔട്ട് ആൻഡ് ടെസ്റ്റ് ഇറ്റ്സ് ലോജിക്കൽ ഓർ എംപിരിക്കൽ കോൺസിക്വൻസ്. അതായത് നമുക്കൊരു ഫസ്റ്റ് സ്റ്റേജിൽ ഞാൻ പറഞ്ഞു ഒരു റിസർച്ച് ക്വസ്റ്റ്യൻ ഓർ റിസർച്ച് പ്രോബ്ലം വേണമെന്ന് പറഞ്ഞു. ഈ ഒരു റിസർച്ച് ക്വസ്റ്റ്യൻ ഓർ റിസർച്ച് പ്രോബ്ലത്തിൻ്റെ ഒരു ടെൻറ്റേറ്റീവ് അസംഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലത്തിന് അവസാനം നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ അല്ലെങ്കിൽ ആൻസർ അല്ലെങ്കിൽ കൺക്ലൂഷൻ ഇതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒരു അസംഷൻ ഉണ്ട്. ആ അസംഷനെയാണ് നമ്മൾ എന്ത് പറയുക? ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ ഈ ഒരു സ്റ്റേജിൽ നമ്മുടെ അസംഷൻ ഇതാണ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഹൈപ്പോത്തസിസ് നമ്മൾ സെറ്റ് ചെയ്യും. ലാസ്റ്റ് കൺക്ലൂഷനിലാണ് നമ്മുടെ ഹൈപ്പോത്തസിസ് നമ്മൾ റിജക്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക. അതായത് നമ്മൾ പറഞ്ഞ രീതിയിലാണ് പോകുന്നതെങ്കിൽ റിസർച്ചിൻ്റെ അവസാനം നമ്മുടെ ഹൈപ്പോത്തസിസിനെ നമ്മൾ എന്ത് ചെയ്യും? ആക്സെപ്റ്റ് ചെയ്യും. ഇല്ല, നമ്മൾ കൊടുത്ത അസംഷൻ തെറ്റാണെങ്കിൽ നമ്മൾ നമ്മുടെ ഹൈപ്പോത്തസിസിനെ എന്ത് ചെയ്യും? റിജക്റ്റ് ചെയ്യും. അതാണ് ഡെവലപ്മെൻറ്റ് ഓഫ് ഹൈപ്പോത്തസിസിൽ വരുന്നത്. ദിസ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഇൻ research. Okay, and next step is forming research design. അതായത് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് സ്റ്റെപ്പിൽ പ്രോബ്ലം ഫോർമുലേറ്റ് ചെയ്തു, റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ കൊടുത്തു, പിന്നെ ഹൈപ്പോത്തസിസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. നെക്സ്റ്റ് വരുന്നതാണ് ഫോമിങ് റിസർച്ച് ഡിസൈൻ. റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ റിസർച്ച് എങ്ങനെ കണ്ടക്ട് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു രൂപരേഖ, അതാണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള റിസർച്ച് ഡിസൈൻ വേണം നമ്മുടെ റിസർച്ച് നമ്മൾ എന്ത് ചെയ്യാൻ? ഫോം ചെയ്യാൻ. നമ്മുടെ റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ റിസർച്ച് പർപ്പസ്. നമ്മുടെ റിസർച്ചിൻ്റെ പർപ്പസ് എന്താണോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്, അല്ലെങ്കിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് റിസർച്ച് ഡിസൈൻ ഉണ്ടാവുക.
ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു എക്സ്പ്ലോറേറ്ററി റിസർച്ചാണ് നമ്മൾ കണ്ടക്ട് ചെയ്യാൻ പോകുന്നതെങ്കിൽ, എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതായത് നമുക്ക് അറിവില്ലാത്തൊരു കാര്യത്തിൽ നമ്മൾ കൂടുതലായിട്ടും നമ്മൾ ആ കാര്യത്തിന് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുകയാണ്, കൂടുതൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു റിസർച്ചാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ആ റിസർച്ചാണ് കണ്ടക്ട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയിരിക്കണം. അതായത് അതിന് നമുക്ക് എപ്പോഴും ചേഞ്ചസ് വരുത്താൻ പറ്റുന്ന ഒരു റിസർച്ച് ഡിസൈൻ ആയിരിക്കണം. കാരണം ഓൾറെഡി നമ്മൾ എക്സ്പ്ലോറേറ്ററി റിസർച്ച് ടൈപ്സിൽ നമ്മൾ പഠിച്ചു. ആ എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത് ഓൾറെഡി ആരും ചെയ്യാത്ത ഒരു ന്യൂ ടോപ്പിക്കിൽ നമ്മൾ റിസർച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു റിസർച്ച് ഡിസൈൻ അവിടെ വേണം. അതാണ്. സോ ഫോമിങ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുമ്പോൾ റിസർച്ച് ഡിസൈൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ റിസർച്ച് പർപ്പസ്. റിസർച്ചിൻ്റെ പർപ്പസ് എന്താണോ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് റിസർച്ച് ഡിസൈൻ. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് സ്റ്റേജ് ഡേറ്റ കളക്ഷൻ. ഡേറ്റ കളക്ട് ചെയ്യുക അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിസർച്ചിൻ്റെ സ്റ്റെപ്പാണ്. ഇത് ഇല്ലാതെ നമുക്ക് റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് പ്രോബ്ലം ഉണ്ട്, നമ്മുടെ ഹൈപ്പോത്തസിസ് ഉണ്ട്, റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എല്ലാം ഉണ്ട്. നമ്മുടെ റിസർച്ച് നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡേറ്റ നമുക്ക് കളക്ട് ചെയ്യണം. സോ ഇൻ ദിസ് സ്റ്റേജ് വി ഹാവ് ടു കളക്ട് ഡേറ്റ ഫോർ അവർ റിസർച്ച്. There are two types of sources of data, includes primary and secondary. Primary data എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻസ് ആണ്, നമ്മളായിട്ട് കണ്ടെത്തുന്ന പുതിയ ഇൻഫർമേഷൻസ് ആണ് പ്രൈമറി ഡേറ്റ സോഴ്സിൽ വരുന്നത്. സെക്കൻഡറി ഡേറ്റ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള, ഇപ്പോൾ പറഞ്ഞ പോലെ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ഒക്കെ പറഞ്ഞില്ലേ, മുന്നേ ആൾക്കാർ ചെയ്ത റിസർച്ച് അതിൽ നമ്മൾ ഡേറ്റ എടുക്കുന്നുണ്ടെങ്കിൽ അതാണ് എന്താ സെക്കൻഡറി എന്ന് പറയുന്നത്. അതായത് നമ്മൾ മാഗസിൻ വഴിയൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് എന്താ, മാഗസിനിലുള്ള ഇൻഫർമേഷൻസും ഡേറ്റയൊക്കെ എടുക്കുക, അല്ലെങ്കിൽ പല ജേർണൽസിൽ നിന്നൊക്കെ നമ്മൾ ഡേറ്റ എടുക്കുക. അതൊക്കെ സെക്കൻഡറി ആണ്. അതായത് ഒരാൾ ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് നമ്മൾ എടുക്കുന്നത്. അതാണ് സെക്കൻഡറി ഡേറ്റ. അപ്പോൾ ഈ രണ്ട് സോഴ്സിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡേറ്റ കളക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. നെക്സ്റ്റ് സ്റ്റേജാണ് ഡേറ്റ അനാലിസിസ്. ഇപ്പോൾ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞു, ഇപ്പോൾ സർവേ നടത്തിയിട്ടോ അല്ലെങ്കിൽ ക്വസ്റ്റനെയർ വഴിയോ അല്ലെങ്കിൽ മാഗസിൻസിനോ ജേർണൽസിനോ നമ്മൾ ഡേറ്റ കളക്ഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് സ്റ്റേജാണ് ഡേറ്റ അനലൈസ് ചെയ്യണം. നമുക്ക് കിട്ടിയ ഡേറ്റ നമ്മൾ എന്ത് ചെയ്യണം, അത് ഗ്രൂപ്പ് ആക്കുക. അനലൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡേറ്റേനെ കോമൺ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിൽ ഗ്രൂപ്പ് ആക്കുക, ക്രോണോളജിക്കൽ ഓർഡറിൽ വെക്കുക, അല്ലെങ്കിൽ അതിന് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ കിട്ടിയ ഡേറ്റേനെ നമ്മൾ എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യുക. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഈ അനലൈസിങ്ങിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ഒരു ലക്ഷ്യം നമ്മൾ നേടുക എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് കോൾഡ് ഡേറ്റ അനാലിസിസ്. And next stage, finding the conclusion. So we had collected the data. Next we analyze our data. Next stage is finding the conclusion. After all these steps, the next step is finding the research conclusion based on the data analysis. നമ്മുടെ ഡേറ്റ കളക്ട് ചെയ്ത ശേഷം നമുക്ക് ഡേറ്റ അങ്ങനെ കളക്ട് ചെയ്തുകൊണ്ട് വെറുതെ ഇരിക്കാൻ പറ്റില്ല. ആ ഡേറ്റയെ നമ്മൾ അനലൈസ് ചെയ്യണം. ആ അനലൈസിൻ്റെ അവസാനം നമുക്ക് എന്ത് കിട്ടണം, ഒരു കൺക്ലൂഷൻ നമുക്ക് കിട്ടണം. That is one of the important step, finding the conclusion. Okay. And last step include in research process report making. അതെന്താണ്, റിപ്പോർട്ട്. അല്ലാതെ വെറുതെ നമ്മൾ റിസർച്ച് ചെയ്തു കൺക്ലൂഷൻ കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ കൺക്ലൂഷൻ എന്താണോ അത് നമ്മൾ റിപ്പോർട്ടാക്കി എഴുതണം. റിപ്പോർട്ട് മേക്കിംഗ്, ദാറ്റ് ഈസ് അനദർ ലാസ്റ്റ് സ്റ്റെപ്പ് ഇൻ റിസർച്ച്. ആഫ്റ്റർ ഫൈൻഡിങ് ദ കൺക്ലൂഷൻ, the last step is report making. So the researcher has to prepare a detailed report for the research users. കുറേ റിസർച്ച് യൂസേഴ്സ് ഉണ്ടായിരിക്കും, അവർക്ക് വേണ്ടിയിട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കൺക്ലൂഷൻ, ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഉണ്ടാക്കണം. അതാണ് എന്താ റിപ്പോർട്ട് മേക്കിംഗ്. സോ നമ്മൾ പഠിച്ചു there are 6 or 7 steps in research process. First step എന്താണ്, creating a research problem. പ്രോബ്ലം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ, അതിനുശേഷം ക്രിയേറ്റിംഗ് ഹൈപ്പോത്തസിസ്, അതിനുശേഷം ഫോർമുലേറ്റിംഗ് റിസർച്ച് ഡിസൈൻ, ദെൻ ഡേറ്റ കളക്ഷൻ, ഡേറ്റ അനാലിസിസ്, അതിനുശേഷം എന്താണ് കൺക്ലൂഷൻ, ആഫ്റ്റർ ദാറ്റ് റിപ്പോർട്ട് മേക്കിംഗ്. ഓക്കെ. സോ ഈ സ്റ്റെപ്സ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, പിന്നെ ബെൽ ബട്ടൺ അമർത്തുക. ഓക്കെ, താങ്ക് യു.